പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ ഗുണ്ടകളെ അന്വേഷിച്ചുകൊണ്ടുള്ള കിരൺ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോകുന്നു. ഒടുവിൽ അവരെ കണ്ട് എത്തിയതിനെ തുടർന്ന് ശരിക്കിട്ട് പെരുമാറുകയാണ് കിരൺ. തലങ്ങും വിലങ്ങും ഇടിച്ച് ചമ്മന്തി പരുവമാക്കുന്നു. എടാ, ഇനിയും എൻ്റെ നിന്ന് ഇടി കൊള്ളാനുള്ള ആവത് നിനക്കില്ല. അതുകൊണ്ട് സത്യം പറഞ്ഞോ, ആര് പറഞ്ഞിട്ടാ, എന്തിനാ നീ ഇത് ചെയ്തത്? ബ്രേക്ക് അയച്ചുവിടാൻ പ്രകാശനാണോ നിന്നോട് പറഞ്ഞത്? അല്ല സാറേ, പ്രകാശനല്ല പറഞ്ഞത്. ഞങ്ങൾക്ക് മറ്റൊരാളാണ് കൊട്ടേഷൻ തന്നത്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്. ഇത് കേട്ടതിനെ തുടർന്ന് കിരണിന് സത്യാവസ്ഥ മനസ്സിലാകുന്നു. ഇതോടെ കിരൺ പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറാവുകയാണ്. പ്രകാശനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മോചിപ്പിക്കുന്നു. ഇതോടെ അവിടെ നിന്ന് വിഷമത്തോടെ ഇറങ്ങിപ്പോവുകയാണ് പ്രകാശൻ. എന്നാൽ കിരൺ ഇതേ തുടർന്ന് പ്രകാശനെ ചെന്ന് കാണുകയാണ്. തെറ്റുപറ്റിപ്പോയി. സത്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്നാണ് ഇപ്പോൾ ക്ഷമ ചോദിക്കുന്നതിന് വന്നത്. അത് ചോദിക്കാൻ എനിക്കൊരു നാണവുമില്ല. ക്ഷമിക്കണം. ഇതോടെ അതൊന്നും സാരമില്ല മോനെ. നിന്നെ ഞാൻ എൻ്റെ മകന്റെ സ്ഥാനത്താണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ ക്ഷമിക്കാൻ തയ്യാറാണ്. ഇത് കേട്ട് കിരൺ ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.